ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമുക്ക് ഉത്തരരാമായണത്തിൻ്റെ 1-ാം അധ്യായം നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം. ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും, നല്ല സൽക്കഥയിതു കല്യാണപ്രദമല്ലോ. ഉത്തരരാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമോത്തമമിദം മുക്തിസാധനം പരം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അഗസ്ത്യാദികളുടെ വരവ്. രാവണാദ്യഖിലരക്ഷോഗണവധം ചെയ്തു ദേവകളാലുമഭിപൂജിതനായ രാമൻ, ദേവിയുമനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോടയോധ്യപുക്കഭിഷേകവും ചെയ്തു. ലോകങ്ങൾ 14 പാലിച്ചു വാഴും കാലം, നാനാദേശങ്ങൾ തോറും വാണിടും മുനിജനം മാനവവീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ. വാസവദിക്കിൽ നിന്നു വന്നിതു കണ്വാദികൾ, കൗശികാഗസ്ത്യാദികൾ ദക്ഷിണദിക്കിൽ നിന്നും, പശ്ചിമദിക്കിൽ നിന്നു വന്നിതു ധൗമ്യാദികൾ, വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും. അത്രികാശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നും വന്നിതൊന്നിച്ചു തന്നെ. ദ്വാരപാലകനോടു കുംഭസംഭവൻ ചൊന്നാനാരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു. നേരത്തു വന്നിടു നീ എന്നതു കേട്ട നേരം, ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ. ഗോപുരദ്വാരത്തിങ്കൽ പാർത്തു നിന്നരുളുന്നു താപസപ്രവരന്മാരാം അഗസ്ത്യാദിജനം. പൗരന്മാരോടുമതു കേട്ടു രാഘവൻ ചെന്നു പാരാതെ കൂട്ടിക്കൊണ്ടു പോന്നു തൽ സഭാതലേ.
ആസനപാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചു വന്ദിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയാ യഥാസുഖം. പാർത്ഥിവോത്തമൻ പരമാസനം പുക്കശേഷം ആസ്ഥയാ മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ. സൗഖ്യമോ നിങ്ങൾക്കെല്ലാം എന്നതു കേട്ടു ലോക ശ്ലാഘ്യന്മാരായ മുനി ശ്രേഷ്ഠന്മാരരുൾ ചെയ്തു. രക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ. സൗഖ്യമായി വാഴുന്നതു കാൺകയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റതിൽ പരം മാനവശിഖാമണേ. പിന്നെ നീ ദശാസ്യനെ കൊന്നതു കൊണ്ടു ലോകം നന്നു നന്നെന്നു പുകഴ്ത്തുന്നതജ്ഞാനമത്രേ. സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം. രക്ഷോനായകസുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലെത്രയും ചിത്രം. കുംഭസംഭവനിദ്ധം അരുളിച്ചെയ്ത നേരം അംഭോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ. രാവണൻ ജഗത്രയ കണ്ടകൻ അവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം. ഊക്കേറും ദശാനന പുത്രവിക്രമമെല്ലാം കേൾക്കണം അരുളി ചെയ്തിടാം എന്നാകിലിപ്പോൾ. രാക്ഷസകുലോൽപത്തി എന്നതു കേട്ട നേരം അഗസ്ത്യൻ അരുൾ ചെയ്തു. മന്നവ കേട്ടുകൊള്ളുക രാവണീ വൃത്താന്തങ്ങൾ. രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസകുലോൽപത്തിയും അറിയിക്കാം. ബ്രഹ്മനന്ദനനായ പുലസ്ത്യതപോധനൻ നിർമ്മലൻ മഹാമേരു തന്നുടെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബന്ധു തന്നുടെ ആശ്രമത്തിൽ അന്യൂനമായ തപോനിഷ്ഠയാ വാഴും കാലം. തത്ര ചെന്നിടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടും കളിപ്പാൻ പലരുമായി നിത്യവും കണ്ടു പുലസ്ത്യതപോധനൻ ഉൾത്താരിലോർത്താനിതമെത്രയും ഉപദ്രവം. കന്യകാജനമിനി ഇവിടെ വരുന്നാകിൽ അന്നേ ഉണ്ടാക ഗർഭം എന്നൊരു ശാപം ചെയ്താൻ. പിറ്റേന്നാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റുമത്തബോധനൻ തന്നുടെ ശാപഭയാൽ. അക്കഥയേതും അറിയാതെ പോയി ചെന്നീടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ തന്നുടെ സഖികളെ
ഗർഭവുമുണ്ടായി വന്നിതപ്പൊഴുതതുമൂലം ഉൾപ്പേടിയോടും കൂടെ താതസന്നിധൗ ചെന്നാൾ. പുത്രിതൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി. ലോകേശാത്മജപദം വന്ദിച്ചു നരേന്ദ്രനും ആകാംക്ഷയോടു ചോദിച്ചിടിനാൻ മനോഗതം. നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ. ചിന്തിച്ചാലിനി മമ പുത്രിയെ യഥാവിധി നിന്തിരുവടി തന്നെ കൈക്കൊള്ളുന്നതേ വരൂ. അങ്ങനെ തന്നെയെന്നു പുലസ്ത്യമുനീന്ദ്രനും അങ്കനാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴി പോലെ. വേദവിശ്രവണേന ഗർഭമുണ്ടായ മൂലം ജാതനാം കുമാരനു വിശ്രവസ്സെന്നു നാമം. വൈശ്രവണൻ്റെ ഉദ്ഭവം. അക്കാലം ഭരദ്വാജൻ തന്നെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസ്സിനു നൽകി. വിശ്രവസ്സിനു സുതനായവൾ പെറ്റുണ്ടായി. വിശ്രുത കീർത്തിയോടെ വൈശ്രവണനും അന്നാൾ. ദിവ്യവത്സരം 49,000 അവ്യാജം തപസ്സു ചെയ്താൻ. നിരാഹാരനായേ ദിക്പാലത്വവും നിധീശത്വവും കൊടുത്തിതു. പുഷ്പകവിമാനവും അക്കാലം വിധാതാവും വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസുമാനന്ദമുൾക്കൊണ്ടു ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും, ഇന്നെനിക്കിരിപ്പതിൻ എവിടെ സുഖമുള്ളൂ. നിന്തിരുവടിയരുൾ ചെയ്യണമെന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞതു വിശ്രവസ്സതു നേരം. വിശ്വകർമാവു നിർമ്മിച്ചിടിനാനല്ലോ പുരാ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം. ദക്ഷിണാബ്ധിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോവീരന്മാർക്കു വാണിടുവാൻ വിചിത്രമായി. യാതുധാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആധിവേർപ്പെട്ടു വസിച്ചിടിനാർ പലകാലം. ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നു പുക്കാർ. ദ്വേഷത്തെ നീക്കിത്തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി. ചെന്നതി വിചിത്രമായി നിർമ്മിച്ച രാജധാനി. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നു പുക്കാർ. ദോഷത്തെ നീക്കിത്തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി. ചെന്നതി വിചിത്രമായി നിർമ്മിച്ച രാജധാനി. തന്നിലാം മാറു സുഖിച്ചിരുന്നു വൈശ്രവണൻ. മന്നവ കേട്ടാലും എന്നഗസ്ത്യനരുൾ ചെയ്തു. രാമചന്ദ്രനുമപ്പോൾ തൊഴുതു
ചോദ്യം ചെയ്താൻ മാമുനിപ്രവരനാം അഗസ്ത്യനോടു മുതാ. പുലസ്ത്യകുലോദ്ഭവന്മാർ നിശാചരരെന്നു പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും. രാക്ഷസരതിൻ മുമ്പേയുണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും. സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിടേണം എന്നോടു തപോനിധേ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ